ഹലോ ഗൈസ്. ഗൈസ്, അമേരിക്ക ഇസ്രായേലും ചേർന്നിട്ട് ഇറാനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലെ കോമഡി പാർട്ട്, ഇറാനും തിരിച്ച് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കറിയില്ല ആരോടാ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അവർക്ക് തന്നെ അറിയില്ല ഏതൊക്കെ രാജ്യങ്ങൾ ആക്രമിക്കണമെന്ന്. കാരണം അവർ അസർബൈജാൻ ആക്രമിച്ചിട്ടുണ്ട്, സൈപ്രസിനെ ആക്രമിച്ചിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സൗദി, ദുബായ്, ഖത്തർ എല്ലാവരെയും കയറി ആക്രമിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും കോമഡി പാർട്ട് എന്ന് പറയുന്നത് മധ്യസ്ഥ എന്ന് പറഞ്ഞു പോയ ഒമാനും കിട്ടിയിട്ടുണ്ട് കുറേ പടക്കങ്ങൾ. ഞാനിപ്പോൾ മനസ്സിലാക്കിയില്ലേ, എനിക്ക് തോന്നണത് ഇറാന്റെ മിലിറ്ററി ചീഫുകളെ നിയന്ത്രിക്കാനായിട്ട് നേതൃത്വത്തിന് ഇപ്പോൾ കഴിയണില്ല. അതാണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചേക്കണം. കാരണം ഇപ്പോൾ അമേരിക്കയുടെ സിസ്റ്റം ഒക്കെ നോക്കി കഴിഞ്ഞാൽ സെൻകോം ആണല്ലോ, സെൻട്രലൈസ്ഡ് കമാൻഡിങ് സിസ്റ്റമാണ്. ഇപ്പം അങ്ങനത്തെ കമാൻഡിങ് സിസ്റ്റം അല്ല ഇറാനുള്ളത്. കുറേ പേര് അവിടെ ഇവിടെ നിന്നൊക്കെ തെരഞ്ഞെടുത്തിട്ട് നീ പോയി അവിടെ ആക്രമിക്കും, നീ പോയി ഇവിടെ ആക്രമിക്കുക, ആ ലെവലിലാണ് ഇപ്പോൾ ഇറാൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടേക്കുന്നു. പിന്നെ ഇപ്പം ആക്രമിക്കും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഗീർവാണ് അടിച്ചുകൊണ്ടിരുന്ന മറ്റേ ആയത്തുള്ള അലി ഖോമേനിയാണ്. അങ്ങേരുടെ കാര്യം പറയുമ്പോഴേ കോമഡിയാണ്. ഒരു കാര്യം, ഞാൻ ഈ മീഡിയ വണ്ണിൻ്റെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നതാണ്. അതിലിങ്ങനെ എഴുതി വിട്ടേക്കാണ്. ആള് പറഞ്ഞിട്ട് എഴുതണാണോ ഇനി അതല്ലാതെ എഴുതണാണെന്നൊന്നും അറിയില്ല. ഒരു ദിവസം ഇങ്ങനെ എഴുതിയിട്ടേക്കാണ്, തല കുനിക്കില്ല അതാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ട് മീഡിയ വൺ വലിയ. ഞാൻ ഒറ്റ നോട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ പെട്ടെന്നിട്ടാ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ചിന്തയാണ്, തല കുനിക്കാനായിട്ട് തല ഉണ്ടെങ്കിലല്ലേ ഇത് കുനിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ചിന്തിച്ചത് പിറ്റേ ദിവസം അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ട് കയറി ആളെ തട്ടിക്കളഞ്ഞു. ഇറാന്റെ നേതൃത്വം ചീഫ് മിലിറ്ററി ഉദ്യോഗസ്ഥരും തമ്മിൽ കണക്ഷൻ ഇല്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞു വന്നു. ഈ കാർന്നോരെ തട്ടിക്കളഞ്ഞില്ല, ആരാ ആയത്തുള്ള അലി ഖമേനി തട്ടിക്കളഞ്ഞില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാനിലല്ല കേട്ടാ, ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇറാനിലെ ആളുകൾ വളരെ സന്തോഷത്തിലാണ് ഇങ്ങേര് മരിച്ചു കഴിഞ്ഞപ്പോൾ. പിന്നെ IRGC അവിടെ ഉള്ള കാരണം അവിടുത്തെ ആളുകൾ പൊതുവായിട്ട് വരാനായിട്ട്, പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് ഭയപ്പാടൊക്കെ കാണിക്കുന്നുണ്ട്. പയ്യെ അത് റെഡി ആയിക്കോളും. എന്നാൽ പാകിസ്ഥാനിൽ അനുശോചനം നടത്തുന്നത്, പ്ലക്കാർഡ് പിടിക്കല്, ഭയങ്കര കലാപത്തിലേക്ക് പോണ രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിന് ഒരു ഗതികെട്ട രാജ്യമാണ്. ഇന്ത്യനെ തകർക്കാൻ വേണ്ടി നടന്നിട്ട് സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഡിപ്ലോമസി ഒക്കെ വൻ പരാജയമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നറിയില്ല, ഈ പാകിസ്ഥാൻ ഓടി നടന്ന് അമേരിക്കയായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു, സൗദി അറേബ്യയായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നു. സൗദി അറേബ്യയായിട്ട് ഉണ്ടാക്കിയ ഉടമ്പടി വൻ കോമഡി ഉടമ്പടിയാണ്. അതായത് സൗദി വന്നിട്ട് പാകിസ്ഥാനോട് സഹായം അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇനി എന്തെങ്കിലും യുദ്ധങ്ങൾ എസ്കലേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യണം, അവരുടെ ന്യൂക്ലിയർ അംബ്രല്ല സൗദിക്ക് കൊടുക്കണം. അങ്ങനെ സൗദീനെ സഹായിക്കണം. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആറ്റം ബോംബിന്റെ കാര്യത്തിൽ ലോകത്തിലൊരു കീലേരി അച്ചുവാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മാരുടെ കയ്യിൽ ഇത് ഉണ്ടാന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ പറയണോട്ടാ. അപ്പോ സൗദി വന്നിട്ട് പാകിസ്ഥാനോട് ന്യൂക്ലിയർ അംബ്രല്ല പോയിട്ട് ഉമ്മാരുടെ കയ്യിൽ ഒരു പോപ്പിക്കൂടെ വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാത്തവന്മാരാണ് പച്ചകൾ. ഇപ്പൊ അങ്ങനെയാണ് അവരുടെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കും, ഈ സൗദിയുടെ ഭരണാധികാരിക്കൊക്കെ എന്താ പറ്റിയത്? തെറ്റ് പറയാൻ പറ്റാത്ത നല്ലൊരു ഭരണാധികാരിയാണ് അദ്ദേഹം. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര തെറ്റുപറ്റി. ഞാനിപ്പോ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഈ ആകാശ് മിസൈലുകൾ വാങ്ങാമായിരുന്നു. ഒരു ആകാശ് മിസൈലിന് 2 മുതൽ 4 കോടി രൂപ വരെയാണ് എക്സ്പെൻസ് വന്നത്. അപ്പൊ ഈ ഇറാനിൽ നിന്ന് സൗദിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കണ മിസൈലുകൾ ഉണ്ടല്ലോ, അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് ഏകദേശം ഒരു 20 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ചെലവ് തന്നെ ഈ മിസൈലുകളെ പ്രതിരോധിക്കാനായിട്ട്. $5 മില്യൺ ആയുധങ്ങൾ, മിസൈലുകളാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതിന് പകരം ചെലവ് കുറഞ്ഞ ആകാശ് മിസൈലുകൾ ഇന്ത്യയുടെ നിന്ന് വാങ്ങിയിട്ട് അവർക്ക് അവരുടെ സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിനെ തടുക്കാം. അപ്പോൾ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സൗദിയിലെ ഭരണാധികാരിയൊക്കെ നല്ല വിഷനുള്ള ആളാട്ടാ, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ എന്തോ ഈ കാര്യത്തിൽ പാകിസ്ഥാന്റെ അടുത്ത് പോയി അവർക്ക് തെറ്റുപറ്റി. ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ള നയതന്ത്രങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇന്ത്യയുടെ നിന്ന് മിസൈലൊക്കെ വാങ്ങുമെന്ന് വിചാരിക്കുക. വാങ്ങിയ അവർക്ക് നല്ലത്, അവർക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും. നമ്മളിപ്പോൾ പാകിസ്ഥാന്റെ കാര്യമുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്. പാകിസ്ഥാന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ചെറിയൊരു വെപ്രാളമുണ്ട്. ഇന്ത്യനെ കുറിച്ച് ഓർത്തിട്ട് ഇന്ത്യനെ തകർക്കാനാണുള്ളവന്മാർ ഈ കാലഘട്ടം മുഴുവൻ നടന്നത്. ഒന്നുകൊണ്ടും നടന്നില്ല, അവരുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ കൊല്ലം ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അതായത് ഞങ്ങൾ ഇറാൻ അടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ലക്ഷ്യം എവിടെയാണ്, പാകിസ്ഥാനായിരിക്കും. മനസ്സിലായ? ഇസ്രായേല് അടിച്ചു വന്ന വഴികൾ നോക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആണ്. ആദ്യവന്മാർ ഹമാസിനെ അടിച്ച്, അത് കഴിഞ്ഞ് ഹിസ്ബുള്ളനെ അടിച്ചൊതുക്കി. അപ്പോഴൊക്കെ ഹൂത്തികൾ അവിടെ ചെങ്കടൽ ഭാഗത്ത് നിന്ന് അവന്മാർക്കും കൊടുത്തു. അതെ, ഇറാൻ ഒരു പ്രാവശ്യം ആക്രമിച്ച് 12 ദിവസത്തെ യുദ്ധത്തിൽ ആക്രമിച്ച് അവരുടെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇവരുടെ കയ്യിൽ എന്തോരം ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അതിനനുസരിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടെഹ്റാൻ നിന്ന് കത്താണ്. നിങ്ങൾ ഇവിടുത്തെ മീഡിയാസ് ഒന്നും കണ്ടിട്ട് കാര്യമില്ലാട്ട ഗൈസ്.
ട്വിറ്ററിലൊക്കെ നല്ല രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ട്. ടെഹ്റാൻ ഏകദേശം ഗാസ പോലെ തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഇറാൻ വരെ എത്തിയേക്കണു. അപ്പൊ ഇത് കാണുമ്പോൾ പാകിസ്ഥാൻ ഒരു വെപ്രാളം ഉണ്ട്. ഇനി അടുത്ത ദൈവം എങ്ങാനും നമ്മുടെ നെഞ്ചത്തേക്കാണോ വന്നത്? നമ്മുടെ നെഞ്ചത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പുറത്ത് ഇന്ത്യ നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ നിൽക്കുന്നുണ്ട്, ഇപ്പുറത്ത് ബലൂചിസ്ഥാനികൾ നിൽക്കുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ വേറെ കലാപങ്ങൾ കിടക്കുന്നുണ്ട്. ഇതാവും ഗതി. അതിന്റെ കൂട്ടത്തിൽ കൂടി ഇറാന്റെ ഒരു സൈഡ് ഇസ്രായേലിന് പിടിക്കാൻ പറ്റുക. ഇറാനും പാകിസ്ഥാനും തമ്മിൽ വലിയ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് എല്ലാം അവിടെ എവിടെ നിന്ന് ജഗ പുകയും അടി കാരണം ഇവന്മാര് ഭയങ്കര പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവര് മറ്റേ അമേരിക്കയായിട്ടൊക്കെ ആ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഈ അമേരിക്കയുടെ ഉടമ്പടി മറ്റേ പഴയ ചാക്കും പഴയ വാക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി. ആരും മറ്റേ വെള്ളം ഉപയോഗിക്കാത്തിട്ട് ആരും മറ്റേ ടിഷ്യൂ പേപ്പർ അല്ലേ, അതിന്റെ വിലയാണ് ഇപ്പൊ പാകിസ്ഥാന് കൊടുത്തു. ഉപയോഗം കഴിഞ്ഞ ടിഷ്യൂ പേപ്പർ അല്ലേ, അതിന്റെ വിലയാണ് ഇപ്പൊ പാകിസ്ഥാന് കൊടുത്തോണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇറാന്റെ വാറ് മുക്കിയില്ലേ, അതിന്റെ കാര്യത്തെ കുറിച്ച് കുറച്ച് മീഡിയസിലൊക്കെ ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ചർച്ച നമുക്ക്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പ് ഗൈസ്, നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.